പീപ്പിൾ ടിവി ഇംപാക്ട് അടച്ചുപൂട്ടിയ ഇടുക്കി കാന്തല്ലൂരിലെ അഞ്ചുനാട് യാൺ സൊസൈറ്റി പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനം. ഗ്രാമവികസന വകുപ്പിന്റെ കീഴിൽ ഫാക്ടറി തുറക്കാനുള്ള പരിശ്രമം നടത്തുമെന്ന് വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ വ്യക്തമാക്കി. മന്ത്രിയുടെ ഇടപെടൽ പീപ്പിൾ വാർത്തയെ തുടർന്നാണ്. ഒരു കാലത്ത് മലയോര മേഖലയുടെ വസ്ത്രസങ്കല്പത്തിന് പട്ടിന്റെ നിറച്ചാർത്ത് നൽകിയ അഞ്ചുനാട് യാൺ കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പുതുജീവൻ പകരാൻ സർക്കാർ ഒരുങ്ങുന്നത്. 25 വർഷം മുൻപ് പൂട്ടിയ സൊസൈറ്റി പുനർജീവിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പീപ്പിൾ ടിവി വാർത്തയാക്കിയതിനെ തുടർന്നാണ് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ വിഷയത്തിൽ ഇടപെട്ടത്. സർക്കാരിന്റെ സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകുന്നത് നോക്കി നിൽക്കാനാകില്ലെന്നും ഇടുക്കിയിലെ സാഹചര്യത്തിനുള്ളിൽ നിന്ന് എങ്ങനെ ഫാക്ടറി പുനരാരംഭിക്കാമെന്ന് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ സൊസൈറ്റിയുടെ സാധന സാമഗ്രികൾ, ഭീമമായിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ, ലാൻഡ് പ്രോപ്പർട്ടി, ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് എങ്ങനെയാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിലാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനൊരു പ്രപ്പോസൽ വരുന്ന മുറക്ക് ആലോചിക്കും. 300-ലധികം ജീവനക്കാർക്കും ആയിരക്കണക്കിന് മൾബറി കർഷകർക്കും പ്രതീക്ഷ നൽകുന്നതാണ് മന്ത്രിയുടെ വാക്കുകൾ. ഒരു കാലത്ത് ഹൈറേഞ്ചിൽ സജീവമായിരുന്ന മൾബറി കൃഷി വീണ്ടും ഈ മേഖലയിൽ സജീവമാകുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. സർക്കാരിന്റെ ചുവടുവെപ്പ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് മലയോര മേഖലയിലെ മണ്ണിന്റെ മക്കൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.